ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ നമ്മൾ ഖത്തറിൽ നിന്ന് പോവാം. ഖത്തറിനൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. യുഎസിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ ഖത്തറിന് ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാവും. ഏത് സാഹചര്യത്തിൽ? ഹമാസിന് ഇനി ഫണ്ട് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഖത്തറിന്റെ മേളിൽ ഒരു സാങ്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ ഖത്തർ മിനിഞ്ഞാന്ന് HTSന്റെ സംഘടനയുടെ നേതാവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേൽ ഗോലാൻ ഹൈറ്റ്സ് ഇന്ന് പുറത്തോട്ട് പോകണം, അതായത് ഈ ഒരു ബഫർ സോൺ മേഖലയിൽ നിന്ന് പുറത്തോട്ട് പോകണം എന്നുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ അവിടെ നിന്ന് നടത്തുകയുണ്ടായി. ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി പുള്ളിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞത് അവിടെ നിന്ന്, അതായത് ഇസ്രായേലിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്. അത് നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട്. ആ പണി ശരിക്കും പറഞ്ഞാൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇനി ഏതെങ്കിലും രീതിയിൽ ഫണ്ട് ഖത്തറിൽ നിന്ന് പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചെറിയ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഖത്തറിനെ പൂട്ടും എന്ന് പറഞ്ഞാൽ സാങ്ഷൻ ഇടും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഖത്തറിന് സാങ്ഷൻ ഇട്ടാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഖത്തറിന്റെ അടപ്പളവും. കാരണം ഖത്തറിൽ നിന്നും LPG മേടിക്കുന്ന, ഖത്തറിൽ നിന്നും ഓയിൽ മേടിക്കുന്ന ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ള ആൾക്കാരെല്ലാം പിന്നെ മാറ്റി ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഖത്തർ അറിയാമല്ലോ, പറഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യമില്ല. ഖത്തർ പല സാഹചര്യങ്ങളിലും പല ഉടായ്പകൾ ചെയ്തിട്ടുള്ള ഒരു കൺട്രിയാണ്. അത് ആ രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഫുട്ബോൾ നടത്തിയ സമയത്ത് കൊണ്ട് ബ്രൈബ് ചെയ്തതൊക്കെ വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് ഖത്തറിനെ കുറിച്ച് ഇപ്പോൾ ഗ്ലോബലി ഇതിനൊരു ഐഡിയ ഉണ്ട്. ഇവര് അന്നത്തെ കാലഘട്ടത്തിൽ അൽ ജസീറ ചാനൽ എങ്ങനെയാണ് കൊണ്ടുപോയത്, ഈ ലാഡൻ എങ്ങനെയാണ് അൽ ജസീറ ചാനലിൽ മാത്രം എങ്ങനെയാണ് ബിൻ ലാഡൻ ഒരു ഓപ്പണിംഗ് കൊടുത്തത്, അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഖത്തറാണ്. ഖത്തർ പല രീതിയിലുള്ള ഇതുമാതിരിയുള്ള പ്രവർത്തികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണെന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് GCC രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഒരു 4-5 വർഷം ഇത് പിന്നെ സാങ്ഷൻ നേരിട്ട ഒരു രാജ്യമാണ്. സൗദി, UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളുടെ സംഘടനയും തന്നെ ഈ ഒരു സാങ്ഷൻ നേരിട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഈ ഒരു ഖത്തർ ഈ ഒരു മേഖലയിൽ ഒരു ബാലൻസ്, യുഎസിന് ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അതുകൊണ്ടാണ് കുറച്ച് ഫ്ലെക്സിബിലിറ്റി എപ്പോഴും ഖത്തറിന് കിട്ടുന്നത്. പക്ഷെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയെ ഖത്തർ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡൗട്ട്. അപ്പൊ പെട്ടെന്ന് ഖത്തർ സ്റ്റേറ്റ്മെന്റ് മാറ്റി തന്നെ. അപ്പൊ സിറിയക്കെതിരെ, അതായത് മിനിഞ്ഞാന്ന് സിറിയയെ അനുകൂലിച്ച് ഇസ്രായേലിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ ഖത്തർ, ഈ ഒരു സെയിം പ്രൈം മിനിസ്റ്റർ ഖത്തർ PM അബ്ദുറഹ്മാൻ അൽത്താനി പുള്ളി ഇപ്പൊ നേരെ ഉൾട്ട അടിച്ച് പറഞ്ഞിരിക്കുകയാണ്, സിറിയ പോലത്തെ പുതിയ റെജീം, അതായത് ഒരു 10-13 വർഷം സിവിൽ വാർ നടത്തി അധികാരത്തിൽ കയറിയ ഒരു പുതിയ റെജീമിന്റെ അടുത്ത് നമ്മൾ ഇടപെടുമ്പോഴത്തേക്കും കുറച്ച് ഒപ്റ്റിമിസ്റ്റ് ആയിരിക്കണം, അതുപോലെ കുറച്ച് സൂക്ഷിച്ച് ഡീൽ ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ മാറ്റി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒറ്റ ദിവസം മതി സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയും. അതാണ് ഖത്തർ. അതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മളുടെ ചാനലിൽ തന്നെ ഇസ്രായേലിനെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വാർത്തകളിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പൊ സിറിയക്കെതിരെ തന്നെ പറയുന്ന, ഡിപ്ലോമാറ്റിക് ആയിട്ട് സിറിയയെ എതിർത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പം നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഖത്തർ, അത് മനസ്സിലാക്കിക്കോ. ഇസ്രായേലിന്റെ ഉള്ളില് IDF ചീഫ് ഹെർസി ഹാലവി റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി പ്രായമായി. അപ്പൊ ഈ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഏതാണ്ട് ഈ ഒരു സീസ് ഫയർ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓൾമോസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, പുള്ളി പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയുന്നുണ്ട്. അതായത് October 7 നടന്നത് IDFന്റെയും കൂടെ ഒരു വീഴ്ചയാണല്ലോ. ആ ഒരു സെക്യൂരിറ്റി മെഷേഴ്സിന്റെ ചുമതല ഉണ്ടായിരുന്നത് എനിക്കാണ്. കാരണം IDFന്റെ ചീഫ് ഞാനാണ്. അപ്പൊ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. രണ്ടാമത് ഈ October 7 നടന്ന ഈ ഒരു കൃത്യം തടയാൻ കഴിയാത്തതിന്റെ ഒരു കുറ്റബോധം എനിക്ക് ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടെ പുള്ളി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 630 ട്രക്കുകൾ ഇന്ന് ഗാസയ്ക്കുള്ളിൽ പോയിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ നടക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ഊഹിക്കാനൊന്നും പറ്റത്തില്ല. അത് ഡയറക്റ്റ് ആയിട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ അതില് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 630 എയ്ഡ് ട്രക്കുകൾ പോകുന്നെങ്കിലും ഈ പഴയ സ്ഥലത്ത് ഇപ്പൊ ആൾക്കാരില്ല. പഴയ സ്ഥലത്ത് നിന്ന് ഇപ്പൊ ആൾക്കാരൊക്കെ അവരവരുടെ വീടുകളിലിരുന്ന സ്ഥലം നോക്കി പല സ്ഥലങ്ങളിലായിട്ട് താമസം മാറിയിരിക്കുകയാണ്. പിന്നെ പല ആൾക്കാരും പോയി കാണുമ്പോഴത്തേക്ക് വീടില്ല. അതുകൊണ്ട് തന്നെ അവര് കസേരയൊക്കെ ഇട്ട് വെളിയിലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അത് കൂടാതെ മറ്റുള്ളവരുടെ നെയ്ബർഹുഡ്, തൊട്ടടുത്ത ആൾക്കാരുടെ അയൽവാസികളുടെ വീടുകളിലൊക്കെ താമസിക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഈ എയ്ഡ് കൊടുക്കുന്ന ആൾക്കാർ തന്നെ ഈ വണ്ടികൾ എത്ര അകത്ത് പോയാലും ഇവരെ തെരഞ്ഞു പിടിച്ച് ഒരു എയ്ഡ് ഇവർക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ചാലഞ്ച് ആയിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ് ഈ ഒരു സന്നദ്ധ സംഘടന പ്രവർത്തകർക്ക്. ഈ കാണുന്ന വീട് എന്ന് പറഞ്ഞാല് നോവ ആബിദ് എന്ന് പറഞ്ഞ ഒരു 28 വയസ്സുകാരന്റെ ഒരു വീടാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയമാണ്. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാല് റൂംസ് ഉണ്ട്, അവർക്ക് റൂമുണ്ട്. ഇതിന്റെ ഉള്ളിൽ ലിവിംഗ് കണ്ടീഷനിൽ റൂമുണ്ട്, റൂമിനകത്ത് കിടക്കാം. പക്ഷെ റൂം തുറന്ന് വെളിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വിശാലമായ ബാൽക്കണിയാണ്. ഇത് IDF സെറ്റാക്കി കൊടുത്താണ് ഈ ഒരു ബാൽക്കണി. അപ്പൊ അവരുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്.
അവരുടെ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റുന്ന വ്യൂ, അതായത് അവർ റൂം തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ചുമര് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഓപ്പൺ സ്പേസ് ആയിട്ടാണ് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാല് തന്നെയാ താഴെ വീഴും, അതാണ് അവസ്ഥ. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന പറഞ്ഞാല് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കോൺക്രീറ്റ് കൂമ്പാരം, കോൺക്രീറ്റ് വേസ്റ്റ് ആണ് അവർക്ക് അങ്ങ് ദൂരെ വരെ കാണാൻ കഴിയുന്നത്. അതാണ് അവരുടെ അവസ്ഥ. അപ്പൊ ഇത് തന്നെ മനസ്സിലാക്കും ഗാസയുടെ നഷ്ടം എത്രമാത്രമാണെന്നുള്ളത്. ഇപ്പൊ ഒരു ചാലഞ്ച് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗാസയ്ക്കുള്ളിൽ റീബിൽഡിങ്ങിനെ കുറിച്ചുള്ള ഒരു കൺസേൺ ആണ് ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. ഇത്തവണ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് അവിടെ പോയിട്ട് ഈ ഒരു ബിൽഡിങ്സ് ഒക്കെ പെട്ടെന്ന് പണിത് ഉയർത്തി $1 ബില്യൺ മുടക്കി അവിടെ പെട്ടെന്ന് ചെറുപറേന്ന് ഇങ്ങനെ ബിൽഡിംഗ് പണിത് ഉയർത്താന്ന് വിചാരിക്കേണ്ട, അത് നടക്കാൻ പോകുന്നില്ല. ഈജിപ്റ്റ് അവരുടെ ഭാഗത്ത് നിന്ന് കുറെ ടെമ്പററി ആയിട്ട് കുറെ ഷെൽട്ടറുകൾ കൊടുത്തയച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഗാസയ്ക്കുള്ളിലും ഈ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളുടെ ആ ഭാഗത്തും തന്നെ ഇനി ടെന്റ് അടിച്ച് താമസിക്കാനേ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ ഒരു സാഹചര്യം. പിന്നീട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കാരണം ഈ ഗാസയ്ക്കുള്ളിലുള്ള ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അവർ ഏതാണ്ട് മാക്സിമം ജോലികളൊക്കെ അവർ ചെയ്തിരുന്നത് ഈ ഇസ്രായേലിന്റെ ഉള്ളിലാണ്. ആൾക്കാർ ഇസ്രായേലിന്റെ ഉള്ളിൽ പണിയെടുത്തിരുന്നു, അതുപോലെ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്തും പോയി പണിയെടുത്തിരുന്നു. അങ്ങനെ ഡെയിലി ജോലി ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത് കുറെയൊക്കെ. ഇനി ഇപ്പൊ ആ ഒരു ജോലിക്ക് ഇപ്പൊ തൽക്കാലം യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം ഇവരുടെ ഇൻകം. ഈ എത്ര നാൾ ഈ ഒരു സന്നദ്ധ സംഘടനകൾ ഇങ്ങനെ കൊടുത്ത് തീറ്റിപ്പിക്കും. ഈ ഗാസയ്ക്ക് കൊടുത്ത് ഇത് തന്നെയാണ് അവരെ ഈ ഒരു രീതിയിലാക്കിയത്. കാരണം അവർക്കറിയാം എത്ര തവണ നമ്മൾ യുദ്ധം ചെയ്താലും, എത്ര തവണ നമ്മൾ ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടാലും ഇതുപോലെ അവർ അറ്റാക്ക് ചെയ്യും, നമ്മൾ ഒളിച്ചിരിക്കാം. പിന്നീട് അവര് കാര്യങ്ങളൊക്കെ നേരെയാവും. പിന്നെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്ന് ഈ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് പണിത് തരും. അപ്പൊ പിന്നീട് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇനി ഒരു 10-15 വർഷം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാം. കാരണം ഇത് അവരല്ലല്ലോ പണിയുന്നത്. ഇപ്പൊ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ഇപ്പൊ നമുക്ക് കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളൊരു വീട് പണിയാൻ എത്രമാത്രം ബുദ്ധിമുട്ടണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വീട് പണിയാൻ മിനിമം നല്ല രീതിയിൽ ഒരു വീട്, ഒരു 2 ബെഡ്റൂമോ ഒരു 3 ബെഡ്റൂമോ വേണമെങ്കിൽ 10-30 ലക്ഷം രൂപ കയ്യിലില്ലാണ്ട് വീട് നടക്കൂല എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വീട് പണിയുന്നവനെ ആ ഒരു ദണ്ണം ഉണ്ടാവും ഇങ്ങനെ മിസൈൽ വന്ന് വീഴുമ്പോഴത്തേക്കും. ഇതെന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, ഇതൊരു നിത്യേന സംഭവമായി മാറിയിരിക്കുകയാണ്. അതായത് ഇവർക്ക് യുദ്ധം വരും, അപ്പൊ ഇവർക്ക് ടെന്റ് കിട്ടും, ടെന്റിൽ പോയി താമസിക്കാം. യുദ്ധം കഴിയും, പിന്നെ ആ സന്നദ്ധ സംഘടനകൾ ചേർന്ന് ഇതൊക്കെ ബിൽഡിംഗ് ഒക്കെ പണിത് കൊടുക്കും, അവർക്ക് സുഖമായിട്ടൊന്ന് ജീവിക്കാം. പിന്നെ ഇവർക്ക് ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. ആഹാരത്തിന് ഇങ്ങനെ 600, 700, 1000 കണക്കിൽ ട്രക്കുകൾ ദിവസേന വന്നു പോവാണ് ഗാസയ്ക്കുള്ളിൽ. പിന്നെ എന്താണ് കഷ്ടം, എന്ത് കഷ്ടപ്പാടാണ് ഇവർക്ക്? കുട്ടികളെ പഠിപ്പിക്കാൻ UNRWA, പിന്നെ എന്ത് ബുദ്ധിമുട്ടാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഇത്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് വീടും പെരയുടെ ഒക്കെ ഉണ്ടാക്കി ഇവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോഴേ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടാവുള്ളൂ. പിന്നീടെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഹമാസിനെ പിന്തുണയ്ക്കാം, ഇവർക്ക് ബ്രദർഹുഡിനെ പിന്തുണയ്ക്കാം, ഇവർക്ക് PIJ-നെ പിന്തുണയ്ക്കാം, ഇവർക്ക് എല്ലാവരെയും പിന്തുണയ്ക്കാം. കാരണം ഇവർക്ക് ദണ്ണമില്ല. കാരണം ഇവർ അധ്വാനിച്ചല്ല ഒന്നും ഉണ്ടാക്കുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ഹമാസ് പുതിയൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. അതായത് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും, പൂർവാധികാര ശക്തിയോടുകൂടി ഞങ്ങൾ തിരിച്ചു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് ഇസ്രായേൽ അനുവദിക്കില്ല. അത് അവന്മാർക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഈ ഒരു ലാസ്റ്റ് ഗ്രേഡിൽ കിടക്കുന്ന ആൾക്കാരാണ് ഈ ഗാസയ്ക്കുള്ളിലുള്ളത്. കാരണം ഈ ഒരു ഹമാസിന്റെ തലപ്പത്തുള്ള ആൾക്കാരൊക്കെ നല്ല റിച്ച് ആണ്. അവരൊക്കെ $1 മില്യൺ അവരുടെ അക്കൗണ്ടിലുണ്ട്, ബില്യൺ കണക്കിൽ ഡോളർ അവരുടെ അക്കൗണ്ടിലുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ ഹൈഫൈ ആയിട്ട് 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരാരും ഗസയ്ക്കുള്ളിൽ വന്ന് താമസിക്കാനും പോകുന്നില്ല, ഇവന്റെ ഒപ്പം തോക്കെടുത്ത് മത്സരിച്ച് വഴക്കൂടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ അറിഞ്ഞ് ഒതുങ്ങി ജീവിച്ചാൽ ഇവനൊക്കെ കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെടാപ്പാട് പെടാൻ പോകുന്നേ ഉള്ളൂ. എപ്പോഴത്തെയും പോലെ ഒരു അവസ്ഥയല്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ US ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ഖത്തറിനൊക്കെ നല്ല രീതിയിലുള്ള സാങ്ഷൻ വരും, നിങ്ങൾക്ക് ഫണ്ട് കിട്ടാൻ പോകുന്നില്ല. അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇനിയിപ്പോ കേരളത്തിൽ നിന്ന് വല്ല ആൾക്കാരെ വല്ല അയച്ചു കൊടുക്കുന്നത് നമുക്കറിയത്തില്ല. സ്പെഷ്യലായിട്ട് അക്കൗണ്ട് ഒക്കെ മേടിച്ചിട്ട് ചിലപ്പോൾ അയച്ചു കൊടുത്താലായി. IDF ഇന്ന് ജനീൻ ഭാഗത്ത് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഒരു റൈഡ് നടത്തുന്നുണ്ട്. കാരണം അവിടെ കുറച്ച് സെക്യൂരിറ്റി മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫോൾട്ട് ഉണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് തീവ്രവാദികൾ അഗ്രസീവായിട്ടുള്ള ആക്രമണത്താൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് IDF കുറച്ചുകൂടെ സെക്യൂരിറ്റി മെഷേഴ്സ് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ സ്ട്രെങ്തൻ ചെയ്യാണ്. ഓസ്ട്രേലിയയിൽ ഒരു ജൂവിഷ് ചിൽഡ്രൻ സെന്റർ, കെയർ സെന്റർ, കുട്ടികളെ പഠിപ്പിക്കുന്ന, കുട്ടികളെ അതേപോലെ ഈ ഒരു ഡേ കെയർ പോലത്തെ ഒരു സെന്റർ, ആ സ്ഥാപനത്തിന്റെ ചുമരിൽ പോയിട്ട് എഴുതി വെച്ചിരിക്കുന്ന വാക്കാണ് ഞാൻ ഇമേജിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു വാക്ക് എഴുതിയിട്ട് ആ ഒരു സെന്റർ കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. അവിടെ തീയിട്ട് കത്തിച്ച് കളഞ്ഞ്, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായത് എവിടെയെങ്കിലൊക്കെ കാണിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതാണ്. സീസ് ഫയർ ആയല്ലോ, സീസ് ഫയർ ഗസയിലല്ലേ ആയത്. നമുക്ക് ഈ ജൂതനെ വേറെ എവിടെയെങ്കിലും കിട്ടിയാൽ അവിടെ അടിച്ച് കൊല്ലാം. ആ രീതിയിലാണ് ഇവന്മാർ ഇറങ്ങിത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ സ്ഥാപനമൊക്കെ പോയി ഇവന്മാർ കത്തിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതും സീസ് ഫയർ നടപ്പിലായി ബന്ദിമോചനവും അതേപോലെ പാലസ്തീൻ തടവുകാരെയും കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോയി കത്തിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്ത് ബോധമാണ് ഉള്ളത്? ഇനി നമുക്ക് അമേരിക്കയിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. കാരണം ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു.
ട്രംപിന്റെ ഫസ്റ്റ് ഡേ, ട്രംപ് ഓവൽ ഓഫീസിൽ ഒഫീഷ്യലായിട്ട് വന്നിരുന്ന ഫസ്റ്റ് ഡേ തന്നെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ട്രംപ് ആദ്യമേ വന്ന് ചെയ്തത്, ഇതിന് മുമ്പിരുന്ന പ്രസിഡന്റ് ബൈഡൻ അപ്രൂവ് ചെയ്ത കുറെ ഒരു ഡസൻ കണക്കിലുള്ള പോളിസികളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് ആദ്യമേ തന്നെ. അതാദ്യം പറഞ്ഞേക്കാം. അതിൽ ചില കാര്യങ്ങൾ പറയാനുള്ളത്, ഈ ടിക്ടോക്ക് ബാൻ ചെയ്തായിരുന്നു. ബൈഡൻ ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് ഇത് ബാൻ ചെയ്തത്. ആ ഒരു ഓർഡറും കൂടി ട്രംപ് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ക്യാൻസൽ ആക്കുമ്പോൾ പുള്ളി പറഞ്ഞത്, അമേരിക്കയിലെ ടിക്ടോക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചു വരുത്തി സംസാരിക്കുകയുണ്ടായി. കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ടിക്ടോക്ക് ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് $1 ബില്യൺ വരുമാനം ഉണ്ടാവും. ഈ ടിക്ടോക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഉപകാരപ്രദമായിട്ട് ട്രംപ് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ടിക്ടോക്ക്. ടിക്ടോക്കിന്റെ പുറകിൽ ഒരു എക്കോണമി, ഒരു ബിസിനസ് താല്പര്യം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ പഴയ വീഡിയോയിൽ. എലോൺ മസ്കിന്റെ, അതായത് മസ്കിന്റെ താല്പര്യം, എക്സ് പ്ലാറ്റ്ഫോം കൊണ്ടുപോകുന്ന മസ്ക് തീർച്ചയായിട്ടും ഈ ഒരു ടിക്ടോക്കിൽ വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. മസ്കിന് വേണ്ടി തന്നെയാണ് ട്രംപ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. മസ്ക് തീർച്ചയായിട്ടും അതിലൊരു പാർട്ട്ണർഷിപ്പ്, അമേരിക്കയുടെ ഭാഗത്തുള്ള ഷെയർസിന്റെ 60% ഇലോൺ മസ്ക് മേടിക്കാൻ സാധ്യതയുണ്ടെന്നല്ല, ഏകദേശം അത് ഉറപ്പ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ബാർഗൈനിങ് ആണ് നടക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ടിക്ടോക്കിന്റെ ഭാഗത്തു നിന്നാണ് ആ ഒരു തീരുമാനം വരേണ്ടത്. അപ്പൊ ടിക്ടോക്കിന്റെ ഭാഗത്ത് ആ ഒരു തീരുമാനം വരുന്നവരെ ട്രംപ് ഈ ടിക്ടോക്കിന്റെ മേളിലുള്ള ഒരു ബാൻ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കും കുറച്ച് നാളത്തേക്ക്. ടിക്ടോക്കിന്റെ മാക്സിമം ഷെയർ എലോൺ മസ്കിന് കൊടുക്കുക, അത് തന്നെയാണ് സംഭവം. അത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ ട്രംപ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അലാസ്ക ഭാഗത്ത് ഫോസിൽ ഫ്യൂവൽ. അലാസ്ക എന്ന് പറയുമ്പോൾ റഷ്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു ഏരിയ. പണ്ട് റഷ്യയുടെ ഭാഗമായിരുന്നു. റഷ്യ തന്നെയാണ് ഇത് ഒരു പൈസയ്ക്ക്. അത് കൂടുതൽ അവർക്ക് ഫോക്കസ് ചെയ്ത് ആ സ്ഥലം കൊണ്ടുനടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ, കാരണം റഷ്യ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ട്രാൻസ് സൈബീരിയൻ എന്ന് പറഞ്ഞ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു റെയിൽവേ, വേൾഡിലെ റെയിൽവേ 2-3 ടൈം സോണുകൾ ക്രോസ് ചെയ്യുന്ന അത്രയും റെയിൽവേ ഫെസിലിറ്റി ഉള്ള ഒരു രാജ്യമാണ് റഷ്യ. അപ്പൊ അവർക്ക് അലാസ്ക മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ചെറിയ പൈസയ്ക്ക് അലാസ്ക അമേരിക്കയ്ക്ക് വിറ്റതാണ് റഷ്യ. അപ്പൊ അലാസ്ക ഭാഗത്ത് കൂടുതൽ ഫോസിൽ ഫ്യൂവൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും മരണമാസമായിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ആ സംഭവം എന്ന് പറഞ്ഞാൽ 90 ദിവസത്തേക്ക് US നിന്നും ഒരു ഫോറിൻ എയ്ഡും കൊടുക്കാനില്ല എന്നുള്ളതാണ്. വരുന്ന 90 ദിവസത്തേക്ക് 3 മാസത്തേക്ക് ഇനി US നിന്നും ഒരു സപ്പോർട്ടും, ആരൊക്കെ എയ്ഡുകളായിട്ട് പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നോ US നിന്ന്, അവർക്കെല്ലാം സ്റ്റോപ്ഡ് ആണ്. ഒരു പൈസ പോലെ, ഒരു നയ പൈസ US നിന്ന് 90 ദിവസത്തേക്ക് എവിടെയും അയക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഓർഡർ പ്രത്യേകിച്ച് ഇട്ട് പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, താലിബാൻ കൊടുക്കുന്ന പൈസകളൊക്കെ ഇനി പോകത്തില്ല. USA ഫോറിൻ എയ്ഡ് ഫണ്ടിങ് സസ്പെൻഡഡ് ഫോർ 90 days. ഇതാണ് വാർത്ത. ഇതൊക്കെ ഇനിയിപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം മാറുന്നത് ഇനിയിപ്പോൾ കണ്ടറിയാം. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പൈസയ്ക്ക് വേണ്ടി ആരൊക്കെ US ഒപ്പം നിൽക്കുന്നു, അല്ലാതെ ശരിക്കും ജെന്യൂൻ ആയിട്ട് ആരൊക്കെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഇപ്പൊ അറിയാൻ പറ്റും. ഈ 90 ദിവസത്തിൽ ഇപ്പൊ കൃത്യമായിട്ട് പുറത്തു വരും. അതായത് ട്രംപ് ഇന്ന് ചെയ്തതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ വളരെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തു വരികയാണ്, ക്ലൈമറ്റ് ഫോറത്തിൽ നിന്ന് പുറത്തു വരികയാണ്. കാരണം ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂവലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്, ബിസിനസ്മാൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഈ കാർബണുമായിട്ട് കൗണ്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഒരു പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് വരികയാണ്. കാരണം US ഒരുപാട് പുതിയ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ് പുള്ളി. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക? കാർബൺ എമിഷൻ ഉണ്ടാവും. കാർബൺ എമിഷൻ ഉണ്ടാകുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഇത് സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് തന്ത്രപൂർവ്വം ട്രംപ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു ഫോറത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത് പുള്ളി നിർണായകമായിട്ട് നടത്തിയത് മിലിറ്ററി ചേഞ്ച്. മിലിറ്ററിയിൽ വളരെ എഫക്റ്റീവായിട്ട് ട്രെയിനിങ് കൊടുക്കാനും കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് മിലിറ്ററിയെ കുറച്ചുകൂടെ ഫോഴ്സ്ഫുൾ ആയിട്ട്, വേൾഡിൽ തന്നെ അമേരിക്കൻ മിലിറ്ററി നമ്പർ 1 മിലിറ്ററി എന്നുള്ള രീതിയിൽ വരത്തക്ക രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ചെയ്ത് മിലിറ്ററിയെ കുറച്ചുകൂടെ പവർഫുൾ മിലിറ്ററി ആയിട്ട് മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ 2 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചാൽ, LGBTQ ആ ഒരു കമ്മ്യൂണിറ്റി മിലിറ്ററിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അവന്മാർ കൊടിയും പൊക്കി ഇറങ്ങിയിട്ടുമുണ്ട്. അവര് USA ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇതിനെ എതിർത്തുകൊണ്ട് പ്രൊട്ടസ്റ്റുമായിട്ട് അമേരിക്കയിൽ ഉടനീളം തെരുവുകളിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇതില് ഭാഗികമായിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കമന്റ് ഒന്നും പറയാനില്ല. ഹ്യൂമൻസ് ആർ ആൾവേസ് ഹ്യൂമൻസ്. LGBT കമ്മ്യൂണിറ്റിയിൽ ചില പോരായ്മകളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഹ്യൂമൻസ് ആർ ആൾവേസ് ഹ്യൂമൻസ്. ഹ്യൂമാനിറ്റിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തടഞ്ഞു നിർത്താനുള്ള വകുപ്പില്ല. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് മെയിൽ ഓർ ഫീമെയിൽ ഈ 2 ജെൻഡേഴ്സിന് മാത്രമേ മിലിറ്ററിയിൽ പണിയെടുക്കാൻ സാധിക്കൂ, മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ അമേരിക്കയിൽ ഇങ്ങനെ ഒരു LGBTQ ട്രാൻസ്ജെൻഡേഴ്സ് മിലിറ്ററിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചങ്ങ് പറഞ്ഞിരിക്കുകയാണ്. LGBTQയിലെ പോരായ്മ എന്താണെന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചല്ല പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിൽ ലെസ്ബിയൻസ്, അതേപോലെ ഹോമോസെക്ഷൽസ്,
ഈ 2 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ ഒരു ലെസ്ബിയൻ ആയിട്ട് പോകുന്ന ഒരു ആൾ ലേഡിയാണ്. അവർ ലേഡിക്ക് അവർക്ക് ലെസ്ബിയൻ ആയിട്ട് ജീവിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവര് സെഡ്യൂസ് ചെയ്യുന്നത് വേറൊരു, ചിലപ്പോൾ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന വേറൊരു ലേഡിയാണ്. ചിലപ്പോൾ ആ ലേഡിക്ക് ഈ ലെസ്ബിയൻ ആയിട്ട് വരാനുള്ള താല്പര്യം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവരിങ്ങനെ പല കുടുംബങ്ങളിലും കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ ഈ ഒരു LGBTQ ഈ ലെസ്ബിയൻ ആയിട്ടുള്ള ലേഡീസ് ഇവരെ അട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ പല കുടുംബങ്ങളും താറുമാറായിട്ടുള്ള അവസ്ഥകൾ പല ന്യൂസ് റിപ്പോർട്ടിലും വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മേഖല, അതായത് ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇതിനകത്ത് കുറച്ചുകൂടെ ആ LGBTQ കമ്മ്യൂണിറ്റി തന്നെയാണ് ഇതിനെയൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് വിലയിരുത്തി വരേണ്ടത്. കാരണം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരും അതിനകത്ത് പോയി ജോയിൻ ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്. ഇതൊക്കെ LGBTQ എന്ന് പറഞ്ഞ ആ കമ്മ്യൂണിറ്റി തന്നെയാണ് ഇതിനെ റിഫൈൻ ചെയ്ത് കൊണ്ടുവരേണ്ടത്. കാരണം ആ കമ്മ്യൂണിറ്റിയിൽ മറ്റുള്ളവർക്ക് പോയി ഇടപെട്ട് അതിനെ നന്നാക്കാൻ പറ്റില്ല. ഇത് ഈ ഒരു ജെൻഡർ എന്ന് പറഞ്ഞ ഒരു സ്പെക്ട്രമാണ്. അതിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ലേഡി ഇല്ല, പൂർണ്ണമായിട്ടുള്ള മെന്നും ഇല്ല. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത് അതാത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് ഇതിനു വേണ്ടി റിഫൈൻ ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്ത് അതിനെ ക്ലാരിറ്റിയോട് പുറത്ത് കൊണ്ടുവരേണ്ടത്. അടുത്ത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒരു ത്രെട്ട്, 100% താരിഫ് ഏർപ്പെടുത്തും, ടാക്സ് ഒന്നുകൂടെ താക്കീത് ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഡീഡോളറൈസേഷൻ എന്നുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ 100% ടാക്സ് ഏർപ്പെടുത്തും, ഇൻക്ലൂഡിങ് ഇന്ത്യ. ആ രീതിയിലുള്ള ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഓൾറെഡി തന്നെ ഡീഡോളറൈസേഷന് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ബ്രിക്സിലുള്ള ഒരു മെമ്പറാണ്. കാരണം ഈ വേൾഡിൽ പല ഗ്രൂപ്പുകളുണ്ട്. അമേരിക്ക ഇല്ലാത്ത ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ബ്രിക്സ് ആണ്. കൂടുതൽ രാജ്യങ്ങൾ ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നതും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് പല രാജ്യങ്ങളും ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതിനെ അവർ എതിർക്കും. ഈ ഒരു 4 വർഷം അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് പുതുതായിട്ട് വെക്കാനും അവരുടെ കരാർ പുതുക്കാനൊക്കെ പോകുന്നുണ്ടോ അവരുടെ കരാറിലൊക്കെ ഒരു പോയിന്റ് ഈ ബ്രിക്സിൽ ചേരരുതെന്നും ബ്രിക്സിന്റെ ഡീഡോളറൈസേഷനെ സപ്പോർട്ട് ചെയ്യരുതെന്നുമുള്ള ഒരു പോയിന്റ് എഴുതി ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അമേരിക്കയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പല രാജ്യങ്ങളുമായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ ഡീഡോളറൈസേഷനെ ചൊല്ലി ബ്രിക്സിനെതിരെ ഒരു താക്കീതും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ട്രംപ് ദിവസം അവസാനിപ്പിച്ചത്. വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ ദിവസവും ഇതുപോലത്തെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.